രംഗത്തെ സഹകരണത്തിനും ഇന്ത്യ പസഫിക് മേഖലയിലെ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ധാരണ. ഇന്ത്യ സന്ദർശിക്കുന്ന ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ സഹകരണം, ചരക്കുനീക്കം ലളിതമാക്കൽ എന്നിവയിലും ധാരണയായി. കൃഷി, വിദ്യാഭ്യാസം, വനം, കായിക മേഖലയിലും സഹകരണത്തിന് ധാരണയായി. സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പുറമെ പ്രൊഫഷണലുകൾ, നൈപുണ്യശേഷിയുള്ള തൊഴിലാളികൾ എന്നിവരുടെ കൈമാറ്റം സംബന്ധിച്ചും ചർച്ച ആരംഭിക്കും. മെഡിക്കൽ, IT രംഗത്തുള്ള ഇന്ത്യക്കാർക്ക് ഇത് നേട്ടമാകും. കടൽ സുരക്ഷയ്ക്കുള്ള സംയോജിത മാരിടൈം ഫോഴ്സസിൽ ഭാഗമാകുവാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ ന്യൂസിലൻഡ് സ്വാഗതം ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 150 എന്ന കൂട്ടായ്മയിലൂടെയാണ് ഇന്ത്യയും ഭാഗമാകുന്നത്. ഇന്ത്യ പസഫിക് മേഖലയിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായ ഇടപെടലുകൾ അനുവദിക്കണമെന്ന ഇന്ത്യയുടെ നിലപാടിനെയും ന്യൂസിലൻഡ് പിന്തുണച്ചു. മേഖലയിൽ ചൈനീസ് ഇടപെടൽ ശക്തമായിരിക്കെയാണ് ന്യൂസിലൻഡ് പിന്തുണ പ്രഖ്യാപിച്ചത്. അതേസമയം ന്യൂസിലൻഡിലെ ഖലിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക പ്രകടിപ്പിച്ചു. മോദി ലക്സൺ ചർച്ചയിൽ ഖലിസ്ഥാൻ വിഷയം ചർച്ച ചെയ്തെന്നും അഭിപ്രായ ജനാധിപത്യ സ്വാതന്ത്ര്യം ഇവർ ദുരുപയോഗം ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടിയെന്നും വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ജയ്ദീപ് മഞ്ജുംദാർ അറിയിച്ചു.